ഞാൻ ഡോക്ടർ ഷംല ഹലീമ. എനിക്ക് ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഓഷ്യൻ ജെംസ് ആൻഡ് പേൾസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. എറണാകുളം എൻ്റെ ഹെഡ് ഓഫീസാണ്. എറണാകുളത്ത് ഒബ്രോമാളുടെ ഓപ്പോസിറ്റ് സൈഡാണ്, ഹൈവേയിൽ ബൈപ്പാസ് റോഡിൽ. ട്രിവാൻഡ്രത്ത് കവടിയാർ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ആണ് എൻ്റെ ഷോറൂം ഉള്ളത്. ഞാൻ 25 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്, സ്റ്റോൺസ് ബിസിനസ്സുമായിട്ട്. നമ്മൾക്ക് എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട്. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും കാശ് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് കാശ് കിട്ടുന്ന ഒരു സ്റ്റോണിനെ പറ്റിയിട്ട് ഇപ്രാവശ്യം ഞാൻ പറയാം. അതായത് നമുക്ക് യെല്ലോ സഫയറാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് എല്ലാവരുടെയും അതായത് പ്രഷ്യസ് സ്റ്റോൺസാണ് യെല്ലോ സഫയർ. നമുക്ക് ആ പ്രഷ്യസ് സ്റ്റോൺസ് എല്ലാവരുടെയും നാള് വെച്ചിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിന് പകരമുള്ള സ്റ്റോൺസ് ഉണ്ട്. നമ്മൾ എന്താ പറയുക, ഡയമണ്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത് ഈ യെല്ലോ സഫയറാണ് ആൾക്കാരും. നമ്മൾ എവിടെ ഒരു ഇച്ചിരി ഈ സ്റ്റോണിന് വിശ്വാസമുള്ളവരുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഒരു യെല്ലോ കളർ സ്റ്റോൺസ് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അപ്പം ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പോസിറ്റീവായിട്ടുള്ള, അതായത് നമുക്ക് വെൽത്ത്, ഹെൽത്ത്, പിന്നെ ഹാപ്പിനെസ്, പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നമുക്ക് ഈ സ്റ്റോൺ വഴി നമുക്ക് കിട്ടും. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഈ പ്രഷ്യസ് സ്റ്റോൺസ് യെല്ലോ സഫയറിന് പകരമായിട്ട് അപ്പം നമുക്ക് അത് യെല്ലോ സഫയർ അല്ലാത്തവർക്ക് അത് നെഗറ്റീവായിട്ടും വരാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ടുള്ള ഒരു സ്റ്റോൺ ഉണ്ട്. അതിൻ്റെ പേരാണ് സിട്രിൻ. ഈ സിട്രിൻ നമുക്ക് നമ്മുടെ ബോഡി വെയ്റ്റും നമുക്ക് അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫിംഗർ, അതിൻ്റെ മെറ്റൽ കോമ്പിനേഷൻ, ഇതെല്ലാം കറക്റ്റ് ചെയ്ത ഡേറ്റും സമയമൊക്കെ കറക്റ്റ് ചെയ്തിടുവാണെങ്കിൽ 150% അതിന് റിസൾട്ട് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ യെല്ലോ സഫയറിന് പകരമായിട്ട് ഈ സ്റ്റോൺ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ സിട്രിൻ സ്റ്റോൺ എന്തൊക്കെയാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അറിയപ്പെടുന്നത് തന്നെ മർച്ചൻറ്റ് സ്റ്റോൺസ് എന്നാണ്. അതായത് ബിസിനസ്സുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോണാണ് യെല്ലോ സഫയറിന് പകരമായിട്ടുള്ള ഈ സിട്രിൻ സ്റ്റോൺ. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മണി ഫ്ലോയിങ് ആണ്, മണി മേക്കിംഗ് ആണ് ഈ സ്റ്റോൺ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ കുറച്ച് പേയ്മെൻറ്റ് എവിടെന്നെങ്കിലും കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫണ്ട്, അതായത് നമുക്ക് എന്തെങ്കിലും നമുക്കിപ്പം ഫണ്ട് വരണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ബിസിനസ് നല്ലതായിട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകും, സാലറി കൂടുതൽ കിട്ടുന്ന എന്തെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപയാണ് സാലറി എങ്കിൽ അതൊരു 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷമായിട്ട് നമുക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് വരുമാനമാണ്, നമ്മുടെ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്, മണി ഫ്ലോയിങ്, മണി മേക്കിംഗ്. അതുകൊണ്ടാണ് ഇതിനെ മർച്ചൻറ്റ് സ്റ്റോൺസ് അല്ലെങ്കിൽ മണി മേക്കിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്കൊന്നും ഇത് അറിയില്ല. ഇതെല്ലാവരും യെല്ലോ സഫയറിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. യെല്ലോ സഫയർ സ്വാഭാവികമായിട്ട് റേറ്റ് കൂടുതലാണ്. അതായത് നമ്മളിപ്പോൾ ഒറിജിനൽ സ്റ്റോൺസ് യെല്ലോ സഫയർ ഇടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3.5 ക്യാരറ്റ് 5-നുള്ളിൽ ഇടണം. അപ്പോൾ ഇതിന് നല്ലൊരു എമൗണ്ട് വരും. സ്റ്റോൺസിന്, ഒറിജിനൽ സ്റ്റോൺസിന് നല്ല റേറ്റാണ്, പെർ ക്യാരറ്റ് നല്ല റേറ്റ് വരുന്നുണ്ട്, അബവ് 20+ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതിന് പകരമായിട്ടാണ് സിട്രിൻ സ്റ്റോൺസിന് ഞാൻ പറയുന്നത്. അപ്പം അതിൻ്റെ എത്ര ബോഡി വെയിറ്റ്, ഇപ്പം എൻ്റെ ബോഡി വെയിറ്റ് വെച്ചിട്ട് എനിക്ക് ഇത്ര ക്യാരറ്റ് സ്റ്റോൺ ഇടണം, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ മെറ്റൽ കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടുന്ന ദിവസവും ഈ ടൈമും കൂടെ നോക്കണം. അപ്പോൾ ഇത് ഒന്നാമത്തെ ചെയ്യുന്നത് വെച്ചാൽ മണി മേക്കിംഗ്, മണി ഫ്ലോയിങ് ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ലക്കാണ്, വിഷാണ്. അതായത് നമുക്ക് ഭാഗ്യം കൊണ്ടുവരുവാണ്. അതുപോലെ തന്നെ വിഷ്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വിഷ് നമ്മൾക്ക് സാധ്യമാവുകയാണ്. 150% അത് നടന്നിരിക്കും. അതായത് വിതിൻ 90 ഡേയ്സിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ആ റിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുപോലെ പ്രാർത്ഥിക്കണം. അതായത് ഇതിനകത്തൊരു വിശ്വാസം വരണം. അല്ലാണ്ട് നമുക്കൊരു വിശ്വാസം ഇല്ലാതെ ഒരാൾ തന്നു അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ആ സ്റ്റോൺ ഇട്ടെന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ടാവില്ല. നമുക്ക് ഈ റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും സന്തോഷമായിട്ട് അത് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അതായത് നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ മാറി നിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മടിച്ച് വേണ്ട പറ്റില്ല എന്നാണ് അങ്ങനെ ഒന്നും വിചാരിക്കുക. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്, അത് ചിലപ്പോൾ അവർ ചിലപ്പോൾ ഇതിടുന്നതിന് മുമ്പേ ഒന്നും മിണ്ടാണ്ട് മാറിയിരിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ ഈ സ്റ്റോൺ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ഒരു ഫീല് വരുവാണ്. എനിക്കിതെന്തുകൊണ്ട് പറഞ്ഞുകൂടാ, അല്ലെ എനിക്കിതെന്തുകൊണ്ട് ചെയ്തുകൂടാ, ഞാനിത് ചെയ്യും, എനിക്കിത് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ മാറുവാണ് ഈ സ്റ്റോൺ ഇട്ട് കഴിയുമ്പോൾ. റിസൾട്ടാണ് കേട്ടോ, ഇത് ഞാനായിട്ട് പറയുന്നതല്ല. എനിക്കിത് ഒരു സ്റ്റോൺ നമ്മൾ കൊടുത്തിട്ട് ഓരോ കസ്റ്റമേഴ്സിനും വരുന്ന റിസൾട്ട് അവരുടെ ഫീലിങ്സാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അതാണ് ഞാനിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്.
അപ്പം ഓരോ സ്റ്റോൺസ് യൂസ് ചെയ്യുമ്പോഴും വരുന്ന ഫീലിങ്സ് ഓരോ കസ്റ്റമേഴ്സും നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. ഈ സിറ്റിംഗ് സ്റ്റോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. അതായത് നമ്മൾ ചിലർ ഭയങ്കര മൂഡ് ഔട്ടായിട്ട് നെഗറ്റീവ് എനർജിയൊക്കെ വന്നിട്ടിരിക്കുന്നതിന് ഇതിന് നമ്മൾ ഭയങ്കരമായിട്ട് ഇത് പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോവാണ്. നമുക്ക് എന്തൊക്കെയോ വരാനിരിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ, എന്താ പറയുക, നമ്മൾ ഒരു ലോട്ടറി അടിക്കാൻ നമുക്ക് ഒരു മനസ്സിലുണ്ടാവില്ല, ഇത്ര രൂപ നമുക്ക് കിട്ടും, അപ്പം നമുക്കൊരു സന്തോഷം തോന്നൂലേ. അതേപോലെ ഈ സ്റ്റോൺസിന് അങ്ങനെ ഒരു പവറുണ്ട്. അതായത് നമ്മളെപ്പോഴും ഹാപ്പിനെസ് ആയിരിക്കും, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു വ്യത്യാസം വരും. നെഗറ്റീവ് എനർജി വന്നിട്ട് ഒരാൾ മാറിയിരിക്കുന്നതും പോസിറ്റീവ് എനർജിയോടുകൂടി ഒരാൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ചേഞ്ച് അല്ലേ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മണി മേക്കിംഗ്. പിന്നെ വരുന്നതെന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതായത് അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഭയങ്കര ചൂട്, അല്ലെങ്കിൽ വൈഫ് എപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള കുറേ കംപ്ലൈൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ഒരു ചേഞ്ച് വരും. ഈ സ്റ്റോൺ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര കൂളാവും. നമ്മൾ കൂളാകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് നൈജീരിയയിൽ നിന്ന് ചോദിച്ചാണ്, മേഡം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഷുഗർ ലെവൽ കുറയുമോന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. അപ്പം ഞാൻ പറയും അത് ഇട്ട് കഴിഞ്ഞാൽ ഷുഗർ ലെവലൊന്നും കുറയൂല. അപ്പം പറഞ്ഞു മേഡം എൻ്റെ ഷുഗർ ലെവൽ എനിക്ക് ഭയങ്കര ഷുഗർ ലെവൽ കുറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ പുള്ളി തന്നെ പറഞ്ഞു, പുള്ളി ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ പുള്ളി ഈ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കൂളായി. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്നോട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ അവരുടെ ജൂനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിട്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഇട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു 3 വീക്സ് കഴിഞ്ഞപ്പോഴും എന്നെ ഇതുപോലെ വിളിച്ചിട്ട് പറയാണ്, ഇത് സ്റ്റോൺ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞു, സാറ് ഭയങ്കരമായിട്ട് കൂളായി, ഭയങ്കര പാവമായതുപോലെ തോന്നുന്നു. അപ്പോൾ എന്നോട് ഇതെല്ലാം വിളിച്ച് ഷെയർ ചെയ്യും. അപ്പം ഈ സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ സ്റ്റോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടക്കും. ഒരുവിധം കാര്യങ്ങളെല്ലാം ഈ സിറ്റിംഗ് സ്റ്റോൺ ഇടുന്നതിലൂടെ നമുക്ക് സാധിക്കും. കാരണം നമുക്ക് നല്ലതായിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് അത് നമ്മുടെ ബോഡിയിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. നമ്മുടെ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ഇത് ഒബ്സർവ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളുടെ ബോഡിയിലേക്ക് തന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഈ സ്റ്റോൺസൊക്കെ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ജോത്സ്യൻ്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിനെ ആരും ക്രിസ്റ്റൽ ക്ലിയർ ചെയ്യാറില്ല. ഈ സ്റ്റോൺ നമ്മളൊരു 8 months കൂടുമ്പോൾ 4 year നമ്മൾ 4 times നമ്മളിതിനെ ക്രിസ്റ്റൽ ക്ലിയർ ചെയ്യണം. അതായത് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 8 മാസം അല്ല 1 വർഷം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ് എനർജിയെ കംപ്ലീറ്റ് ഇത് പ്യൂരിഫൈ ചെയ്ത് കളയണം. അതിനുവേണ്ടി നമ്മളൊരു 24 hours എപ്പോഴെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയണം, ഒരു 2 ദിവസം നമുക്കൊന്ന് തരണം കേട്ടോ മോതിരം എന്ന് പറയും. അപ്പോൾ അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിനെ ക്ലിയർ ചെയ്തിട്ട് നമ്മളിതിനെ ക്രിസ്റ്റൽ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ 24 hours ഒരു ഡേയും ഒരു നൈറ്റും നമുക്ക് വേണം. ഇതിനെ ക്ലിയർ ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക് വീണ്ടും കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ എങ്ങനെയാണോ ഈ സ്റ്റോൺ യൂസ് ചെയ്ത് അതിൻ്റെ ഇരട്ടി റിസൾട്ട് നമുക്ക് സെക്കൻഡ് ടൈമിൽ വരും. അതേപോലെ തേർഡ് ടൈമിൽ, അങ്ങനെ 4 times ഇത് നമ്മളിതിനെ ക്ലിയർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് നമ്മൾ വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് ടൈം ഈ സ്റ്റോൺ യൂസ് ചെയ്യാം. അപ്പം ഒത്തിരി കാര്യങ്ങൾ ഈ സ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട് ആർക്കും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവത്തില്ല. അത് 150% ഗ്യാരണ്ടിയാണ്. നമുക്കെല്ലാം പോസിറ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് നല്ലതായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞറിഞ്ഞാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിംഗ് സ്റ്റോൺസിന് തന്നെ ഡൂപ്പായിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട്. അതായത് ഗ്ലാസ് ഫില്ലിങ്. ഇത് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനെ വെച്ചിട്ട് ഓരോരുത്തർ അത് ബിസിനസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണങ്ങളോ റിസൾട്ടോ ഒന്നും ഉണ്ടാവില്ല. ചുമ്മാ നമ്മളൊരു സ്റ്റോൺ ഇട്ടതുപോലെ ഫീൽ ഉണ്ടാവുള്ളൂ. നമുക്ക് വേറെ റിസൾട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് നോക്കിയിട്ട് വേണം ഈ സ്റ്റോൺ യൂസ് ചെയ്യാൻ. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഒരു സിറ്റിംഗ് സ്റ്റോൺസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും. നമ്മുടെ നെഗറ്റീവ് തോട്ട്സൊക്കെ നമ്മൾ മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ ബോഡിയിൽ വർക്കൗട്ട് ആവും.